വെനസ്വേലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഇടത് പാർട്ടികളുടെ പ്രതിഷേധം. ഡൽഹി ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും സ്വേച്ഛാധിപതിയായ ട്രംപിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഡൽഹിയിൽ ഏത് തരത്തിലാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? അജയ്, തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ലോകമെമ്പാടും ഉയരുന്നത്. അതിന്റെ അലവലികൾ ഇന്ത്യയിലും ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇടതു പാർട്ടികൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിൽ അമേരിക്കയുടെ നടപടികൾക്കെതിരെ, പ്രത്യേകിച്ച് ട്രംപിനെതിരെ ഇപ്പോൾ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. CPI അതോടൊപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്ക്, അതോടൊപ്പം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടന അടക്കമുള്ളവർ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. JNUവിലെയും അതോടൊപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലധികം വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഏകാധിപത്യ നടപടികൾക്കെതിരെ, അല്ലെങ്കിൽ ട്രംപിന്റെ നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സമരവുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇടതു പാർട്ടികളുടെ നീക്കം. നമ്മോടൊപ്പം ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ നമ്മളൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ചോദിക്കുക, എന്താണ് ഇടതു പാർട്ടികളുടെ ഒരു ലക്ഷ്യം? ഇനിയുള്ള ദിവസങ്ങളിലെ ഒരു പ്രതിഷേധം എങ്ങനെയാണ്? ഇനിയുള്ള ദിവസങ്ങളിലെ ഒരു പ്രതിഷേധം? ഇടതു പാർട്ടികളും അതുപോലെ തന്നെ സാമ്രാജ്യത്വ വിരോധ ശക്തികളും ലോകവ്യാപകമായി നടത്തുന്ന പ്രതിഷേധം ഇനിയും വരും ദിവസങ്ങൾ അലയടിക്കും. കാരണം അമേരിക്കയുടെ ഈ അധിനിവേശം വെനസ്വേലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവരിനി ക്യൂബയെയും മെക്സിക്കോയെയും മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയും ഒക്കെ ലക്ഷ്യം വയ്ക്കുകയാണ്. പല കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഒന്നാകെ വരുതിയിലാക്കുവാനും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുവാനും അവർ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകരാജ്യങ്ങൾക്കും നിശബ്ദമായിരിക്കാൻ കഴിയില്ല. ഇതിനകം തന്നെ റഷ്യയും ചൈനയും, എന്തിനധികം ഫ്രാൻസ് പോലും ഈ നടപടിക്കെതിരായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും ഈ നടപടിക്കെതിരായി രംഗത്ത് വരേണ്ടുന്ന സാഹചര്യമുണ്ടാവും. അതിനു വേണ്ടുന്ന ജനകീയ സമ്മർദ്ദം പല രാജ്യങ്ങളും ഉയർന്നു വരുന്നുണ്ടെന്നുള്ളതാണ് ആശാവഹമായ കാര്യം. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവരിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ വേൾഡ് പോലീസിംഗ് നയത്തിനെതിരെ, അല്ലെങ്കിൽ സാമ്രാജ്യത്വപരമായിട്ടുള്ള അമേരിക്കയുടെ ട്രംപിന്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളോടൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യ ഇപ്പോൾ വെനസ്വേലയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെനസ്വേലയിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും വെനസ്വേലയിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും എംബസിയുമായി ബന്ധപ്പെടണമെന്നുമാണ് ഇന്ത്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. വലിയ തോതിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ അവിടെ നിന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അമേരിക്കയുടെ വേൾഡ് പോലീസിംഗ് നയത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ലോകരാജ്യങ്ങൾ ഇപ്പോഴും അലയടിക്കുന്നത്.